അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യൻ ബേക്സ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, മഞ്ചേരി റോഡ്, വണ്ടൂർ. പലിശരഹിത സംവിധാനമായ ഇൻഫാക്കിന്റെ ആഭിമുഖ്യത്തിൽ കാളികാവ് പുറ്റമണയിൽ എംപവർമെന്റ് പ്രോഗ്രാം സംഘടിപ്പിച്ചു. ചടങ്ങിൽ പീപ്പിൾസ് ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ 4 കുടുംബങ്ങൾക്ക് വീട് വയ്ക്കാനായുള്ള ഭൂമിയുടെ രേഖ കൈമാറ്റം റഹൂഫ് പൊറ്റയിൽ നിർവഹിച്ചു. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഓരോ 500 ഇന്ത്യക്കാർക്കും ഒരു NGO ഉണ്ടെന്നാണ്. 500 ഇന്ത്യക്കാർക്ക് ഒരു NGO ഉണ്ടെന്നാണ്. അപ്പൊ 140 കോടി ജനങ്ങൾ ഡിവൈഡഡ് ബൈ 500 എത്ര ഉണ്ടാവും? അപ്പൊ അത്രയും NGOs നമ്മുടെ രാജ്യത്തുണ്ട്. എന്ന് പറഞ്ഞാൽ NGO എന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ കണക്കിൽ നമ്മുടെ നാട്ടിലെ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് മുതൽ എന്താ പറയാ, നമ്മുടെ പള്ളി കമ്മിറ്റി മുതൽ അമ്പല കമ്മിറ്റി മുതൽ എല്ലാ സാധനം എല്ലാ NGOs, നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ. അപ്പൊ ജനങ്ങളെ സേവിക്കുന്നതിനുള്ള പൊതു സംവിധാനങ്ങളാണ് സാധാരണ NGOs എന്ന് പറയാം. അപ്പോ സാധാരണയായിട്ട് 3 തരത്തിലുള്ള NGOകളുണ്ട്. NGO രജിസ്ട്രേഷൻ ഉണ്ട്. അതിലൊന്ന് സൊസൈറ്റി ആക്ട് ആണ്, മറ്റൊന്ന് ട്രസ്റ്റ് ആക്ട് ആണ്, മറ്റൊന്ന് സെക്ഷൻ 8 കമ്പനി ആക്ട് ആണ്. നമ്മുടെ ഈ NGO ഏത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്? ഉറപ്പാ? സാധാരണ നമ്മുടെ സംസ്ഥാനത്ത് രാജ്യത്ത് ഒരു NGO രജിസ്റ്റർ ചെയ്യാനുള്ള 3 ഫോർമാറ്റാണ്. either society, either trust or section 8 company act. പരിപാടിയോടനുബന്ധിച്ച് സ്വയം തൊഴിൽ പദ്ധതി പ്രകാരം നൽകുന്ന ഓട്ടോറിക്ഷയുടെ കൈമാറ്റവും നടന്നു. ചടങ്ങിൽ പലിശരഹിത സംവിധാനങ്ങൾ നിലനിൽക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും അവയുടെ പ്രാധാന്യത്തെക്കുറിച്ചും ബോധവൽക്കരണ ക്ലാസ് നടത്തി. ജമാഅത്തെ ഇസ്ലാമി കരുവാരക്കുണ്ട് ഏരിയ പ്രസിഡന്റ് KT അബ്ദുൾ റസാഖ് അധ്യക്ഷത വഹിച്ചു. P. അബു, ഇൻഫാക് ഭാരവാഹികളായ CP ഹബീബ് റഹ്മാൻ, സക്കീർ ഹുസൈൻ കൂട്ടിൽ, P. ബഷീർ കാളികാവ്, K. നിഷാദ് എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാളികാവ്. 8 വർഷക്കാലമായി നമ്മുടെ മനസ്സറിഞ്ഞ നമ്മുടെ സ്വന്തം വെഡിങ് സെന്റർ ലൈബ വെഡിങ് സെന്റർ. വില വളരെ കുറവാണ്. ലൈബ വെഡിങ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരക്കുണ്ട്.